നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൂഗിൾ ഡ്രൈവിനെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ഒരു ക്ലൗഡ് ആപ്ലിക്കേഷനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ക്ലൗഡ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചാൽ പോലെ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഗൂഗിൾ ഡ്രൈവിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളും ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ദൈർഘ്യം കൂടുതൽ കാണുമെങ്കിൽ പോലും ഗൂഗിൾ ഡ്രൈവിനെ പറ്റി അറിയാത്തവർക്കും ഇനി കൂടുതൽ മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടും കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 രീതിയിലാണ് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യമായിട്ട് 6 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് തുടങ്ങാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും നമ്മുടെ അക്കൗണ്ടുകൾ മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് ജിമെയിലിനകത്ത് അല്ലെങ്കിൽ ഗൂഗിളിനകത്ത് എത്ര അക്കൗണ്ട് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഓരോ അക്കൗണ്ടിനും ആ ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് 15 GB സ്റ്റോറേജ് വെച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഏറ്റവും മൂലയ്ക്ക് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ജിമെയിൽ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം. അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ബേസിക് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന ബട്ടൺസ് എന്ന് പറയുന്നത്, ആദ്യം ഹോം ബട്ടൺ. ഇവിടെയാണ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഫുൾ ഫയൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു ഫയൽ പോലെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുപോലെ ഇവിടെ സജഷനും അതുപോലെ നോട്ടിഫിക്കേഷൻസും ഉണ്ട്. രണ്ടാമതാണ് സ്റ്റാർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർ ചെയ്ത്, അതായത് നമ്മൾ ഫേവറേറ്റ് എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരിക്കുന്ന ഫയൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഷെയർഡ് എന്ന് പറയുന്ന വേറെയുള്ള അക്കൗണ്ടുകൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന ഫയലുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. നാലാമതാണ് ഫയൽസ്. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഉള്ള നമ്മുടെ ഫയൽസ്, നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫയൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോൾഡർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നാണ് നിങ്ങളിപ്പോൾ ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഫോൾഡർ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ്. അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലാണെങ്കിലും മൊബൈലാണെങ്കിലും ഒരു പ്ലസ് ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ 6 ഓപ്ഷൻസ് ആയിരിക്കും നമ്മുടെ മൊബൈലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്ന് ഫോൾഡർ, അതായത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ജസ്റ്റ് ആ ഒരു സാമ്പിൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോൾഡറിനകത്തേക്ക് വേറെ ഫയൽസ് ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനാണ് അപ്ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഫയൽസ്, അതായത് ഫയൽസ് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, ഓഡിയോസ് ആയിക്കോട്ടെ, ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ അപ്ലോഡ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫയൽസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ഇമേജസോ അല്ലെങ്കിൽ ഓഡിയോസോ വീഡിയോസോ ഡോക്യുമെന്റ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയല്ല റീസെന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഒരു ഫയൽ എടുക്കണമെങ്കിൽ ഈ ഒരു സൈഡിൽ ഞെക്കിയതിനു ശേഷം നിങ്ങളുടെ ഡിവൈസ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ മെമ്മറി കാർഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോൾഡറിൽ നിന്ന് നിങ്ങളുടെ ഫയൽസ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു ചെറിയൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തേക്കാം. ഒരു ഇമേജസ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് അപ്ലോഡ് ചെയ്തു. പ്രിപ്പയറിംഗ് ടു അപ്ലോഡ് എന്ന് കാണിക്കുന്നു. ആ ഒരു ഫോട്ടോ അപ്ലോഡ് ആകും. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ അത് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫോട്ടോ കാണാനായിട്ട് സാധിക്കും. അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്കാൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഫോട്ടോ നമുക്കറിയാം, നമ്മൾ PDF ഒക്കെ സ്കാൻ ചെയ്ത് തരിക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു PDF പോലെ നമുക്ക് നമ്മുടെ ഫയൽസിലേക്ക് അതൊക്കെ ഗൂഗിൾ ഡ്രൈവിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. പിന്നെയുള്ളതാണ് ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്സ്, ഗൂഗിൾ സ്ലൈഡ്സ്. ഇത് മൂന്നും ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഡോക്യുമെൻ്റ് ഉണ്ടാക്കാനും എക്സൽ ഷീറ്റുകൾ ഉണ്ടാക്കാനും സ്ലൈഡ് ഷോ, അതായത് മറ്റേ PPTകൾ ഉണ്ടാക്കി ഒക്കെ അപ്ലോഡ് ചെയ്ത് വെക്കാനുള്ള ആപ്ലിക്കേഷൻ ഇത്. ആ ഒരു ഫയൽസ് നേരിട്ട് അവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു 3 ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. കമ്പ്യൂട്ടേഴ്സ്, നിങ്ങളൊരു കമ്പ്യൂട്ടറിലാണ് ഇത് സംഭവം എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൾഡർ മൊത്തത്തിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത്രയാണ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു സെക്ഷനാണ് ഫയൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ് ഞാൻ ഇനി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇവിടെ ഫയൽ സെക്ഷൻ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഞാനിവിടെ ഒരു ഫോൾഡറും അതുപോലെ തന്നെ ഒരു ഫയലും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഈ ഇമേജിൻ്റെ ആദ്യം സെലക്ട് ചെയ്തിട്ട് നോക്കാം. ഇവിടെ ഷെയർ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അതായത് നമുക്കറിയാം, ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരാൾക്ക് വേറൊരു ഗൂഗിൾ അക്കൗണ്ടിന് നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് മാനേജ് പീപ്പിൾ ആൻഡ് ലിങ്ക്സ്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ആഡ് ടു സ്റ്റാർഡ്, അതാണ് നമ്മുടെ ആഡ് ടു സ്റ്റാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഫയൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ സ്റ്റാർ ആക്കി വയ്ക്കാനായിട്ട് സാധിക്കും.
അടുത്താണ് മേക്ക് അവൈലബിൾ ഓഫ്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മേക്ക് അവൈലബിൾ ഓഫ്ലൈൻ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത് ഓഫ്ലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഡോക്യുമെൻറ്റും ഓൺലൈനായിട്ട് എടുക്കേണ്ടി വരും. ഇതിപ്പോൾ മേക്ക് അവൈലബിൾ ഓഫ്ലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്യും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫ്ലൈനായിട്ട് ആ ഒരു സമയം എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു 3 ലൈൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓഫ്ലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫയൽ കാണാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ അപ്ലോഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓഫ്ലൈൻ എന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അവൈലബിൾ ഓഫ്ലൈൻ എന്നുള്ള സംവിധാനം. നമുക്ക് ഓഫ്ലൈൻ ആയി കഴിയുമ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷമുള്ളതാണ് കോപ്പി ലിങ്ക്, മേക്ക് എ കോപ്പി, സെൻഡ് എ കോപ്പി എന്ന് പറയുന്നത്. നമുക്ക് പേര് പോലെ തന്നെയാണ്. ഈ ഒരു കോപ്പി ലിങ്കും മാനേജ് പീപ്പിൾ ആ ലിങ്ക്സ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. മേക്ക് എ കോപ്പി എന്ന് പറയുന്ന ഈ ഒരു ഫയലിൻ്റെ തന്നെ കോപ്പി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൻഡ് എ കോപ്പി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കോപ്പി സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്താണ് ഓപ്പൺ വിത്ത്. നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫോൾഡർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഓരോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സംഭവം യൂസ് ചെയ്യണമെങ്കിൽ ഓപ്പൺ വിത്ത് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണിലേക്ക് ഏതൊരു ഫയലും ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇതുപോലെ ഡൗൺലോഡ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഫയൽ റീനെയിം ചെയ്യണമെങ്കിൽ റീനെയിം ചെയ്യാം. ഫയൽ ലൊക്കേഷൻ നോക്കാം. ഡ്രൈവിലേക്ക് ഒരു ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം. ഈ ഒരു ഫയൽ എടുക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ആൻഡ് ആക്ടിവിറ്റി പ്രിന്റ് ചെയ്യാം. ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ആ ഒരു ഫയലിൻ്റെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അടുത്താണ് നമുക്ക് ഈ ഒരു ഫയൽ ഷെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ ഒരു ഫോട്ടോ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു 3 ഡോട്ട്സ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് പീപ്പിൾ ആൻഡ് ലിങ്ക്സ് എന്ന് പറയുന്ന സംവിധാനം സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഫയലിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഈ ഒരാളാണ്. ഈ ഒരു ലിങ്ക് സെറ്റിങ്സ് അത് റെസ്ട്രിക്റ്റഡ് ആയി കിടക്കുകയാണ്. കാര്യം നോക്കാം വേറൊരാളെ ഈ അക്കൗണ്ടിലേക്ക് എങ്ങനെ മാറ്റാം. അപ്പോൾ നിങ്ങളൊരു ലിങ്ക് ഷെയർ ചെയ്യാതെ ഒരു അക്കൗണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഫയലിന് ആക്സസ് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സംഭവത്തെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആരെയാണ് അവിടെ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. നമുക്ക് ആഡ് ചെയ്യേണ്ട ഒരു ജിമെയിൽ അക്കൗണ്ട് അവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അവരുടെ പൊസിഷൻ എന്താണ്, എഡിറ്റർ ആണോ, കമൻറ്റർ ആണോ, വ്യൂവർ ആണോ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് ചെയ്യാം. അങ്ങനെ സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ മെസ്സേജ് കാണിക്കും. ആ ഒരു പേഴ്സൺ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ഹോം പേജ് നമുക്ക് ഈ ഒരു ഫയൽസിനകത്തേക്ക് ഈ ഷെയർഡ് എന്ന് പറയുന്ന സെക്ഷനകത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോ കാണാനായിട്ട് സാധിക്കും. ഇപ്പം മനസ്സിലായാലോ, ആ ഒരു ഫോട്ടോ ആ ഒരു ഡ്രൈവിലിരിക്കുന്ന ആളുടെ ഷെയർ ചെയ്ത് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ കിട്ടിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അങ്ങനെയാണ് നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു ഫയൽ വേറൊരാൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മാനേജ് പീപ്പിൾ ആൻഡ് ലിങ്ക്സ്. ഇനി വേറെ ഉള്ളതാണ് ലിങ്ക് വെച്ച് ആൾക്കാരെ എല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പോയി കഴിയുമ്പോൾ 2 പേര് ഓണറും അതുപോലെ തന്നെ എഡിറ്ററും ഉണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ റെസ്ട്രിക്ട് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന റെസ്ട്രിക്റ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം വേറൊരാളെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാൾ മെസ്സേജ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ആ ഒരു ഫയൽ ആക്സസ് ചെയ്യേണ്ടവർ ഇതിൻ്റെ ഓണർക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കും മെയിൽ വഴി. അപ്പോൾ മെയിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഓണർ അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരാൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലിങ്ക് കിട്ടിയവർക്ക് യാതൊരു പെർമിഷനും ഇല്ലാതെ തന്നെ ആ ഒരു ഫയൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ എനിവൺ വിത്ത് ദ ലിങ്ക് എന്ന് പറഞ്ഞ ഭാഗം നിങ്ങൾ ഓപ്പൺ ആക്കി ഇടണം. അതിനുശേഷം വ്യൂവർ എന്നുള്ളത് മാറ്റി നിങ്ങൾക്ക് കമൻറ്ററോ എഡിറ്ററോ എന്ത് വേണമെങ്കിലും ആക്കാനായിട്ടും സാധിക്കും. അതാണ് ഇതിൻ്റെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് ആ ഒരു ഫയലിൽ ലിങ്ക് കോപ്പി ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. റെസ്ട്രിക്റ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാൾക്ക് ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ പെർമിഷൻ വേണം. എനിവൺ വിത്ത് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലിങ്ക് ആർക്കും കിട്ടും. എന്താണ് കൊടുത്തത്, എഡിറ്റർ ആണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും, കമൻറ്റർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു സംഭവം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് നോക്കി ഈ ഒരു 3 ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി ലിങ്ക് എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾ വേറെ ഒരാൾക്ക് ഈ ഒരു ഫയൽ ഷെയർ ഈ ഒരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫയൽ കാണാനും അത് സേവ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറെ ഉള്ളതാണ് നമുക്ക് ഫോൾഡർ നമുക്ക് ഇതുപോലെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഞാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെ എടുത്തതിന് ശേഷം ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫോൾഡറിനകത്ത് എത്ര ഫയൽസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഫോൾഡർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് മൊത്തം ഇപ്പോൾ ടീച്ചർമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു +2 എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനകത്ത് +2 എല്ലാ ലാംഗ്വേജസിൻ്റെയും ഫോൾഡർ ആ ഒരു ഫോൾഡറിനകത്തെല്ലാം അതിൻ്റെ മുഴുവൻ നോട്ടും കൊടുത്തതിന് ശേഷം ഈ ഒരു മെയിൻ ഫോൾഡറിൻ്റെ 3 ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മാനേജ് പീപ്പിൾ ആ ലിങ്ക് കൊടുത്തതിന് ശേഷം റെസ്ട്രിക്റ്റഡ് മാറ്റി എനിവൺ വിത്ത് ലിങ്ക് കൊടുത്തതിന് ശേഷം വ്യൂവർ എന്നുള്ളതാക്കി. അതിനുശേഷം ഇത് ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുന്ന് അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ലിങ്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റുഡൻസിന് മൊത്തം ആ ഒരു ഫയൽ എടുക്കാനും അതിനകത്ത് നോട്ടുകൾ കാണാനും ഡൗൺലോഡ് ചെയ്യാനും പഠിക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും.
അങ്ങനെയാണ് ഈ ഒരു ഫയൽ സേവ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത സംഭവം എന്ന് പറയും. ഇനി ഞാൻ എൻ്റെ അടുത്ത സെക്ഷനെ പറ്റി പറയാം. അതാണ് നമുക്കിപ്പോൾ സ്റ്റാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഒരു ഫയൽ കിട്ടുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് ഫയൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇതാണ് എൻ്റെ ഒരു ലിങ്ക്. ഓക്കെ, ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗൂഗിൾ ഡ്രൈവിലേക്ക് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് കൊടുത്തതിന് ശേഷം എൻ്റെ ആ ഒരു ജിമെയിൽ അക്കൗണ്ടിലേക്ക് ഈ ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ ആ ഒരു ഫയൽ കാണാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചത് നിങ്ങൾക്ക് മൊബൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇപ്പോൾ എടുത്തതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഹോം പേജിൽ ഒരുപാട് ഫയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ പാടായിരിക്കും. നമുക്കിതുപോലെ നമുക്ക് അത്യാവശ്യമുള്ള ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ സാമ്പിൾ ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഇതിൽ ഓപ്പൺ ആക്കി ആ ഒരു ഫോട്ടോ എപ്പോഴും കിട്ടണമെങ്കിൽ ആ ഒരു ഫോട്ടോ നിങ്ങൾ എപ്പോഴും ആ ഒരു സ്റ്റാർ ചെയ്ത് ഇടുക. അങ്ങനെ സ്റ്റാർ ചെയ്ത് ഇടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർ എന്ന് പറയുന്ന സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളും എല്ലാം അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് കിട്ടുന്ന ആവശ്യമുള്ള ഫയൽസ് എല്ലാം സ്റ്റാർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും ഏകദേശം ബേസിക് കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇനിയുള്ളതാണ് ഇതിൻ്റെ ജസ്റ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. അവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മുടെ അവിടുത്തെ ആ ഒരു സൈഡ് ബാറിലുള്ള കാര്യങ്ങൾ. ട്രാഷ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് 30 ദിവസത്തേക്ക് ഡിലീറ്റ് ആകത്തില്ല. ഇവിടെ ഒരു ട്രാഷ് കിടക്കും. നിങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും ആവശ്യമെങ്കിൽ പിന്നെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെറ്റിംഗ്സിനകത്ത് നമുക്ക് ഇപ്പോൾ ഈ ഒരു 15 GB സ്റ്റോറേജിൽ 134 KB മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ 15 GB ഫയൽ മൊത്തം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ പൈസ കൊടുത്ത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ സ്റ്റോറേജ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ കാർഡില് ഓക്കെ 100 GB-ക്ക് 1300 രൂപയാണ് പെർ ഇയർ നമുക്ക് അതിൻ്റെ വില ആവുന്നത്. വലിയ പൈസ ഒന്നുമില്ല. അല്ലെങ്കിൽ പൈസ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ അക്കൗണ്ടിന് 15 GB വെച്ച് കിട്ടും. അതുപോലെ തന്നെ തീം, നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ്, ട്രാൻസ്ഫർ ഫയൽസ് ഓൺലി ഓർ വൈഫൈ. നിങ്ങൾ മൊബൈൽ ഡാറ്റ വെച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉറപ്പായിട്ടും ഓഫ് ആക്കിയിടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ വെച്ച് മാത്രമേ അത് ഓൺ ആക്കാനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇതാണ് ഏറ്റവും മെയിൻ കാര്യം. നിങ്ങളൊരു സംഭവം ലിങ്ക് ഷെയർ ചെയ്തതും സംവിധാനങ്ങളൊക്കെയാണ് ഏറ്റവും മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഗൂഗിൾ ഡ്രൈവിൻ്റെ ചെറിയൊരു മലയാളം ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.